ക്കായി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത്. പിണറായി വിജയൻ ആയിരിക്കുമോ LDF-നെ വരും തെരഞ്ഞെടുപ്പിൽ നയിക്കുക എന്ന കാര്യം, ഒപ്പം ചില ടേമുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാകും. അരുണ്, എന്ത് പ്രതീക്ഷിക്കണം? ഒരു വ്യക്തമായ പ്ലാൻ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉരുത്തിരിയുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ആഴ്ചകൾക്കപ്പുറം വരാനിരിക്കുന്നു. അതിൽ കേരളവും തമിഴ്നാടും ബംഗാളും ആസാം പുതുച്ചേരിയും ഈ 5 സംസ്ഥാനങ്ങളിൽ CPM-ന് പ്രതീക്ഷയുള്ള സംസ്ഥാനം കേരളം മാത്രമാണ്. ബംഗാളിൽ തിരിച്ചു വരാനുള്ള ശ്രമത്തിലൊക്കെയാണ് പാർട്ടി, എങ്കിൽ പോലും അവിടെ അത്രത്തോളം ശുഭകരമായ സാഹചര്യമല്ല CPM-നും ഇടതുപക്ഷത്തിനുമുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഭരണമുള്ളത്. 70-കൾ തൊട്ടിങ്ങോട്ട് നോക്കിയാൽ CPM ഒരു സംസ്ഥാനത്തെങ്കിലും ഭരണമില്ലാത്ത കാലം ഉണ്ടായിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു കരുതലാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. കേന്ദ്ര കമ്മിറ്റിയിലും അതുമായി ബന്ധപ്പെട്ട നിർണായകമായ ചർച്ചകൾ നടന്നേക്കും. ഈ കേരളത്തിലെങ്കിലും ഭരണം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ, 5 സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിൽ ഇപ്പോൾ DMK-യുമായി ചേർന്ന സഖ്യമുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ അത് തുടരണം. ബംഗാളിൽ പരമാവധി ശക്തിയിലേക്ക് തിരിച്ചു വരണം എന്ന ഒരു പ്രതീക്ഷയുമുണ്ട്. അപ്പോൾ തന്നെ കേരളത്തിൽ ഭരണം നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും CPM-ന്റെ ഭാഗത്തുണ്ടാകും. കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. നേരത്തെ സംസ്ഥാനത്ത് CPM-ന്റെ 2 ടേം വ്യവസ്ഥ കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതിയോടുകൂടിയാണ് സംസ്ഥാന നേതൃത്വം നടപ്പാക്കിയത്. തുടർച്ചയായി 2 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന് തീരുമാനം. അതിൽ മാറ്റം വരണമെങ്കിലും കേന്ദ്ര കമ്മിറ്റിയുടെ, കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുമതി വേണം. ഇന്ന് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുമെന്ന കാര്യം വ്യക്തതയില്ല. ഏതായാലും അത്തരം ചർച്ചകൾ വേണ്ടിവരും. CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി വീണ്ടും മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ആര് കേരളത്തിൽ മുന്നണിയെ നയിക്കുമെന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വരേണ്ടതുണ്ട്. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നേക്കാം. പിണറായി വിജയൻ തന്നെ നായകനാകുമെന്ന് CPM-ന്റെ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ പല ഘട്ടങ്ങളിൽ വ്യക്തമാക്കിയതാണ്. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുമതി അക്കാര്യത്തിൽ ഔദ്യോഗികമായി വേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച പോകും. മറ്റ് വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ രൂപമാറ്റവും അത് ഇല്ലാതാക്കാനുള്ള ശ്രമമെന്ന ആരോപണമുണ്ട്. SIR-മായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ കേന്ദ്ര കമ്മിറ്റിയുടെ സമരപരിപാടികളും പ്രക്ഷോഭ പരിപാടികളും ഒക്കെ തീരുമാനമാകും. ഏറ്റവും പ്രധാനം കേരളം ഉൾപ്പെടുന്ന, അതിൽ തന്നെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഭരണം നിലനിർത്താം, അതിനുവേണ്ട നടപടികൾ എന്തൊക്കെയെന്ന കാര്യത്തിലാകും പ്രധാനമായും കേന്ദ്ര കമ്മിറ്റിയും ചർച്ചകൾ വരിക. അത്തരം കാര്യങ്ങളും ചർച്ച ചെയ്തു പോകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സംസ്ഥാന അംഗീകരിച്ച റിപ്പോർട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി. അതിനുശേഷം അത്തരം കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ഒരു അവലോകന റിപ്പോർട്ടിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് കൂടി സ്വാഭാവികമായി കമ്മിറ്റിയിൽ ഉണ്ടാകും. 3 ദിവസമാണ് തിരുവനന്തപുരത്ത് വെളപ്പിൽശാലി. സാധാരണ ഡൽഹിയിൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി പാർട്ടി ആസ്ഥാനത്താണ് കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ ചേരാറുള്ളത്. പക്ഷേ ഇത്തവണ ഡൽഹിയിലെ ശൈത്യവും മറ്റും പരിഗണിച്ചുകൊണ്ട് തലസ്ഥാനത്തേക്ക്, തിരുവനന്തപുരത്തേക്ക്, സംസ്ഥാന തലസ്ഥാനത്തേക്ക് കേന്ദ്ര കമ്മിറ്റി മാറ്റുകയായിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ, പാർട്ടി ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ വൈകാതെ ഇവിടേക്ക് എത്തിച്ചേരും. ഇന്ന് മുതൽ 3 ദിവസം നീളുന്ന കേന്ദ്ര കമ്മിറ്റി യോഗമാണ്, നിർണായകമായ കേന്ദ്ര കമ്മിറ്റി യോഗമാണ് വെളുപ്പിൽശാല EMS അക്കാദമി അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത്. രഞ്ജിത്ത്, VV അരുൺ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഇതിനൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളും സഖ്യനീക്കവുമൊക്കെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ വിലയിരുത്തലുണ്ടാകുന്നുണ്ട്. നിർണായകമായ യോഗമാണ്. കാരണം നമുക്കറിയാം BJP-യും കോൺഗ്രസും ഒക്കെ കാലേകൂട്ടിയ ഒരുക്കങ്ങൾ തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് ഇടതുമുന്നണി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇത്തരമൊരു ഒരുക്കത്തിലേക്ക് കടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.